പക്ഷിമൃഗാദികൾക്ക് ഇത് മനസ്സിലാകുമോ എന്നുള്ളതാണ്. തീർച്ചയായും മനസ്സിലാകും. തവള കരയും, മഴ വരുമ്പോൾ തവള കരയുന്ന കാര്യങ്ങളുണ്ട്. പശു പോലുള്ള മൃഗങ്ങൾ മഴ വരുന്നതിന് മുമ്പ് അത് ബഹളമുണ്ടാക്കുകയും വാലുയർത്തുകയൊക്കെ ചെയ്യും. അത് നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക് മനുഷ്യർക്ക് വേണേൽ അങ്ങനെ തന്നെയാണ് പണ്ട് പ്രകൃതിയിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. അതുപോലെ കാക്കയുടെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും, മൃഗങ്ങളുടെ ശബ്ദം. കാരണം മൃഗങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ എന്തുണ്ട്, വളരെ സെൻസ് ഉള്ള ജീവികളാണ്. ഇപ്പം വേറെയുണ്ട്, പിന്നെ നായ്ക്കൾ, പൂച്ചകൾ, ഇതിൻ്റെയൊക്കെ കണ്ണ് നമ്മൾ രാത്രി ശ്രദ്ധിച്ച് നോക്കണം. ഒരു ഹൈ വോൾട്ടേജ് ബൾബിന്റെ ട്യൂബിന്റെ പ്രകാശം ഏതിനുണ്ട്? ആ മൃഗങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അതിനിങ്ങനെ കാട്ടിനകത്തൂടെയും, നമുക്കാണെങ്കിൽ ഇരുട്ടിൻ്റെ അകത്തൂടെയും അങ്ങനെ ഒരുപാട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ഐസൈറ്റിന് അതിനൊരു ലിമിറ്റ് ഉണ്ട് കാഴ്ചയ്ക്ക്. പക്ഷെ അവർക്ക് ഭയങ്കരമായ കാഴ്ചയാണ്. സ്പർശന സ്വഭാവമുണ്ട്, സ്പർശനമുണ്ട്. ഉറുമ്പുകൾ നമ്മൾ ആലോചിക്കുക, അതാ പ്രകൃതിയെക്കുറിച്ചൊരു എപ്പിസോഡ് തന്നെ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ പ്രകൃതിയിൽ നമ്മൾ ഉറുമ്പുകൾ വരിവരിയായി പോകുമ്പോൾ നമ്മളൊന്ന് ചൂടാക്കി നോക്കുക. ആ സ്ഥലം കൈകൊണ്ട് വെറുതെ ഉരച്ചൊന്ന് ചൂടാക്കുക, ബാക്കി ഉറുമ്പുകൾ തിരിച്ചു പോകും. എങ്ങനെയാ അത് മനസ്സിലാക്കിയത്? അതിനത്രമാത്രം സ്പർശന ശക്തിയുണ്ട്. മണം, കൊതുകിനെ നമ്മളെ കയ്യിലിരിക്കുമ്പോൾ കൊതുകിനെ നമ്മൾ അടിക്കാൻ വരുമ്പോൾ ഒരു ഷെയ്ഡ് കൊതുകിനെ ഫീൽ ചെയ്താൽ അത് എന്ത് ചെയ്തളയും? അത് പറഞ്ഞു നോക്കളെ. എങ്ങനെ അത് ഫീൽ ചെയ്തു? ഇത്രയും ചെറിയ ജീവിക്ക് മനുഷ്യന്റെ കയ്യിൽ ഷെയ്ഡ് എങ്ങനെ ഫീൽ ചെയ്തു? അപ്പൊ നമ്മൾ കൊതുകിനെ അടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ വന്ന് അടിച്ചാൽ അത് പറന്നു പോകും. അല്ലാത്ത രീതിയിൽ അടിക്കണം, അവന്റെ ഷെയ്ഡ് അവന്റെ പുറത്ത് അടിക്കുന്നതായിട്ട് തോന്നാത്ത രീതിയിൽ അടിച്ചാലേ പെട്ടെന്ന് നമുക്ക് കൊതുകിനെ പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? കൊതുകിനെ കൊല്ലും. പെട്ടെന്ന് കൊല്ലാൻ പറ്റും. ഇങ്ങനെ അടിച്ചാൽ, ഇങ്ങനെ അടിച്ച് കൊല്ലുക എളുപ്പമല്ല. അതിലൊരു ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഇത് പിടിക്കും, സെൻസ് വെച്ച് പിടിക്കും. അപ്പൊ അത്ര വളരെ മൈന്യൂട്ട് തരത്തിലുള്ള സെൻസ് ഓർഗൻസും ഒക്കെ ആർക്കുണ്ട്? ഈ പക്ഷിമൃഗാദികൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും അതിനറിയാൻ പറ്റും. ഇത് ഇവരുടെ ഈ ഒരു തരം കരച്ചില്, അതിനൊരു പ്രത്യേക ആ സമയത്തുണ്ട്. അത് കരച്ചിലുണ്ട്, പ്രത്യേക രീതിയിലായിരിക്കും. അത് അവർക്ക് അറിയാൻ പറ്റും. മാത്രമല്ല വേറെ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കാക്ക, വനപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും നാട്ടിൻപുറത്ത് തന്നെ ഞാൻ പറഞ്ഞത്, ഒരു കാക്ക ചത്ത് കിടക്കുന്നു വിചാരിക്കുക. ആദ്യം ഒരു കാക്കയായിരിക്കും വന്ന് കരയുന്നത്. പക്ഷെ അതിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് 100 കണക്കിന് കാക്കകൾ അവിടെ എത്തും. എങ്ങനെ എത്തുന്നു? അതിന്റെ കരച്ചിലിന്റെ സ്വഭാവം എന്തോ ഒരു അപകടമാണെന്നുള്ളത് മറ്റു കാക്കകൾക്ക് മനസ്സിലായി, ദൂരെ നിന്ന കാക്കകൾക്ക് മനസ്സിലായി. അപ്പം അതുപോലെ നമ്മൾ ചോറ് വെച്ചതിന് ശേഷം കൈ കൊട്ടും. നമ്മളുടെ കൈ കൊട്ടലൊരു പ്രത്യേക രീതിയിൽ കൈ കൊട്ടുമ്പോൾ കാക്ക വരും. അതെന്താണ്? ഈ ചെറിയ ചെറിയ ശബ്ദങ്ങളും ചലനങ്ങളും പോലും അറിയാൻ മാത്രമുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള സെൻസറുകൾ പോലുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രകൃതി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജീവജാലങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. അല്ലെ പിന്നെ അതിനൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. വലിയ ചെറിയ ജീവികളെല്ലാം കൊല്ലത്തില്ലേ? ചെറിയ സ്പർശനം പോലും, ചെറിയ ശബ്ദം പോലും നമ്മൾ പിന്നെ ഇങ്ങനെ ആക്കി നോക്കണം. പാമ്പ് വരുമ്പോൾ അത് ഓടിപ്പോകും. ആകിയ ശബ്ദം എങ്ങനെ അറിയാം? അത് അതിനേക്കാൾ ഭീകരമായ ഏതോ ഒരു ജീവിയാണെന്ന് അതിന് മനസ്സിലാവും. അത് മനുഷ്യനാണോ മറ്റൊരു ജീവിയാണെന്ന് ചിലപ്പോൾ അതിന് മനസ്സിലാവില്ലായിരിക്കും. ഞാൻ പറഞ്ഞ പ്രകൃതിക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ട്. അത് ഓരോ ജീവികൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ വെള്ളപ്പൊക്കത്തിന് മുമ്പേ ആയാലും, വരൾച്ചയ്ക്ക് മുമ്പേ ആയാലും, മഴ വരുന്നതിന് മുമ്പായാലും ഒക്കെ ഒരുപാട് ജീവികൾ പലതും പല ഭാവപ്രകടനങ്ങൾ കാണിക്കും. ഇത് പക്ഷെ പഴയ ആളുകൾ പലതും മനസ്സിലാക്കിയിരുന്നു. ഈ നമുക്കറിയാം, ഉൾവനങ്ങളിലൊക്കെയുള്ള ഈ അരുവികളിലൊക്കെ ധാരാളം ഈ ടൂറിസ്റ്റുകളൊക്കെ എത്തുകയും കുളിക്കാനൊക്കെ ഏർപ്പെടുകയും ചെയ്യും. പക്ഷെ ആ പ്രദേശത്തുള്ളവര് ഇവര് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഇത്തരത്തിലുള്ള പക്ഷിമൃഗാദികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവിടെയുള്ളവർ ഇവർക്ക് മുന്നറിയിപ്പും കൊടുക്കാറുണ്ട്. അപകടമാണ്. കാരണം കാറ്റിന് വേറെ ഞാൻ ഒരിക്കൽ ഒരു സർവേ ബന്ധപ്പെട്ടപ്പോൾ പെട്ടെന്ന് കാറ്റിനൊരു വ്യത്യാസം വരുന്നു. കാറ്റിന്റെ ശബ്ദത്തിനൊരു വ്യത്യാസം വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയ ഗൈഡ് 2 ആദിവാസികൾ അവർ പറഞ്ഞു സ്പീഡിന് വരാൻ പറഞ്ഞു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു? മഴ ഉടനെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ മഴ വരാൻ സാധ്യതയുള്ളത്? മഴയില്ലല്ലോ, നിങ്ങൾ വരൂ സ്പീഡിന് എന്ന് പറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് വന്നു? അവിടെ മഴ വന്നു. കാരണം വളരെ പെട്ടെന്ന് മഴ വന്നു. അപ്പൊ അവർക്കറിയാം ആ ചെറിയ ശബ്ദം പോലും, കാറ്റിലുണ്ടാകുന്ന ശബ്ദ വ്യത്യാസം പോലും മഴ വരാനാണെങ്കിൽ അവർക്കറിയാം. അവർ നിരന്തരം അതുമായിട്ട് താമസിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അറിയാൻ പറ്റും, തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ വയനാട് ഈ സംഭവം നടന്നല്ലോ. അപ്പൊ ഒരു പക്ഷേ ഇത് അവരെല്ലാവരും വളരെ ഉറക്കത്തിലായിരുന്നു. സുഖനിദ്ര 2 മണി സമയമാണ്. അതെ. പക്ഷെ അല്ലാതുള്ള ഒരു സമയമായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തുള്ളവർക്ക് തീർച്ചയായിട്ടും പകലായിരുന്നു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. അവർ ഒരുപടത്ത് ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇതിപ്പോൾ പാതിരാത്രി എണീറ്റ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്തു അതിന്റെ ചാർജ് നോക്കി പലരും മൊബൈൽ ഓഫ് ചെയ്തൊക്കെ ആയിട്ട് വെച്ച് കിടക്കുന്നത്, ലൈറ്റ് പോയി. അപ്പോൾ ഉരുൾപൊട്ടൽ വന്നപ്പോൾ ആദ്യം എന്ത് സംഭവിച്ചു കാണും? ഇലക്ട്രിക് സംവിധാനം പോയി കാണും. അപ്പൊ അവർക്ക് ഫോണൊന്നും എടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ല, ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. പകലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുരന്തത്തിന്റെ ആഘാതം ഒരു 80% എങ്കിലും കുറയുമായിരുന്നു, ഒരു 60% എങ്കിലും കുറയുമായിരുന്നു. പകലായിരുന്നെങ്കിൽ തീർച്ചയായും കുറയുമായിരുന്നു. അത് രാത്രി ആയതുകൊണ്ടും അവർ നല്ല ഉറക്കത്തിലായതുകൊണ്ടും കൂടിയാണ്
അല്ലെങ്കിൽ വെള്ളം കയറി വരുന്ന അറിയാൻ പറ്റൂല, അല്ലെങ്കിൽ ഇടിച്ചു ശബ്ദം കേൾക്കാം. അല്ലാതെ തന്നെ ഇവർക്കൊരു ഈ കാര്യത്തിൽ ഒരു സെൻസ് ഉണ്ടാവും. ആ പ്രദേശത്ത് താമസിക്കുന്നവർക്കുണ്ടാവും. നല്ല ശബ്ദം കേൾക്കുമ്പോൾ ആ മഴ വരുന്നു, കാറ്റ് വരുന്നു എന്ന് അവർക്ക് മനസ്സിലാവും. കാരണം അവിടെ സ്ഥിരം അവർ താമസിക്കുന്നവരല്ലേ. പക്ഷെ രാത്രി അഗാധമായി ഉറങ്ങിപ്പോയി നല്ല ഭക്ഷണം 2 മണി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആഴത്തിൽ ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും അവർ പാവങ്ങൾ അറിഞ്ഞു കാണത്തില്ല. ഈ സമയത്താണ് പ്രകൃതി താണ്ഡവം നടത്തിയത്. അത് ഒരു ക്രൂരതയായിപ്പോയി ചെയ്യാൻ പ്രകൃതി അങ്ങനെ താളം കാണിച്ചത്. നമുക്കൊരു താളക്രമക്കേട് കാണിച്ചത് നമുക്ക് വിശദീകരിക്കാവുന്നൊരു കാര്യമല്ലത്. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സംശയം നമുക്ക് വരുന്നത്, ഉരുൾപൊട്ടൽ ഒരിക്കലുണ്ടായി, വീണ്ടും ഉരുൾപൊട്ടലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമോ, ആ ഉരുൾപൊട്ടലിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇറങ്ങി പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളുണ്ട്. വളരെ ലളിതമായി മനസ്സിലാക്കിയിരിക്കുക, കാടിനകത്ത് നിരന്തര സമയത്ത് ഒരു ഫ്രീക്വന്റ് ഇടവേളയിൽ വിട്ട് കാട്ടിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നുണ്ട് കാടിനകത്ത്. അത് വളരെ വലുതായിരിക്കത്തില്ല, ചെറിയ ആ സിസ്റ്റം അത് മെയിൻറ്റെയിൻ ചെയ്തോളും. കാരണം കുറച്ചൊരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായി, താഴെ വരുമ്പോൾ വലിയ കല്ലുകളെല്ലാം അതിനെ തടഞ്ഞു നിർത്തി, അല്ലെങ്കിൽ കുറച്ച് വലിയ മരങ്ങൾ വീഴും. ആ മരങ്ങൾ തന്നെ ബാക്കിയുള്ള മരങ്ങൾക്ക് എന്താകും? തടസ്സമായിട്ട് ഇപ്പം ഞാൻ കാടുകളിൽ ഒരുപാട് സർവേ ഒക്കെ നടത്തിയിട്ടുള്ളതാണ് കേരളത്തിലാകെ. അപ്പോൾ കാടുകളിൽ പോകുമ്പോൾ ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ചെയ്തോളും, അവർ കാടത് മെയിൻറ്റെയിൻ ചെയ്തോളും. സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇത് കാടിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമായ മഴ വരുമ്പോൾ തലേ ദിവസങ്ങളിൽ പെയ്ത മഴയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പല സ്ഥലങ്ങളിൽ കിടക്കുന്നത്. അല്ല ഒരു ദിവസം അപ്പോൾ പെയ്യുന്ന മഴയല്ല പെട്ടെന്ന് വരുന്നത്. തലേ ദിവസങ്ങളിൽ പെയ്ത മഴ അവിടെ ഇവിടെ കാച്ച്മെന്റ് ഏരിയയിൽ കിടക്കുകയായിരിക്കും. ആ സമയത്താണ് പുതിയ മഴ വരുന്നത്. പുതിയ മഴ വരുമ്പോൾ എന്ത് ചെയ്യിക്കും? നേരത്തെ മഴ ഒലിച്ചിറങ്ങി ഈ കല്ലിനെയും മണ്ണിനെയും ലൂസായ സ്ഥലങ്ങളിലൂടെ ഒഴുകും. ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞു, വെള്ളം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്താണ്? വീക്ക് പോയിന്റ് എവിടെ നിന്നാണ് വെള്ളം നോക്കുന്നത്? എവിടെയാണ് എനിക്ക് വീക്ക് പോയിന്റ് കിട്ടുന്നത്? അവിടെ എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വെള്ളം ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് കുറെ വെള്ളത്തിന്റെ വീക്ക് പോയിന്റിലൂടെ അതിങ്ങ് വന്നു കഴിയും. പക്ഷെ സ്ട്രോങ് പോയിന്റിലുള്ള വെള്ളം എവിടെ നിൽക്കും? ഈ തടസ്സമുള്ള സ്ഥലങ്ങളിലെ വെള്ളം എവിടെ നിൽക്കും? മോൾ ഭാഗത്ത് നിൽക്കും. അതും കുറച്ച് കഴിയുമ്പോൾ എന്തായി? മറ്റേ വലിയ ഫോഴ്സിങ് വന്നു കഴിയുമ്പോൾ വീണ്ടും അത് ഒഴുകാൻ ആരംഭിക്കും. അതും അടുത്ത് ഒഴുകി വീക്ക് പോയിന്റിലേക്ക് തന്നെ വരും. വീക്ക് പോയിന്റിൽ കൂടി താഴേക്ക് വരും. അപ്പോൾ നിരന്തരമായ ഉരുൾപൊട്ടൽ, ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്കും ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാണ് പറയുന്നത്. അത് മറ്റേ തുടർച്ച വേറെ എവിടെയും ഉണ്ടായതാണ്. അപ്പോൾ ഇത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാട് ഉയർന്നു നിൽക്കുകയാണ്. താഴേക്കാണ് നമ്മൾ താമസിക്കുന്നത്, ചരിവിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിന്റെ ഉയർന്ന സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ വെള്ളം ഇറങ്ങുന്നു, പല സമയങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം അതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും? താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനിയും നാളെയും മറ്റന്നാളും ഒക്കെ ചെറിയ ഉറവകൾ എവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കും? മുകളിലിറങ്ങിയ വെള്ളത്തിന്റെ ഉറവകൾ ചെറുതായിട്ട് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇത് ആ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഴ പെയ്താൽ, ഇവൻ ചെറിയ ഉറവ പോയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയല്ലോ, ആ ഉണ്ടാക്കിയ സമയത്താണ് വലിയ മഴ പെയ്തു കൊടുത്താൽ ഈ ഗ്യാപ്പ് വൈഡൻ ചെയ്യും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? വെള്ളം ടപ്പോനെല്ലാം കൂടി താഴെ വരും. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ചരിവിൻ്റെയും കൂടി നടക്കുന്നൊരു ഡൈനാമിസമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ ചേരുന്നൊരു ഡൈനാമിസമാണ്. അപ്പോൾ അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാട്ടിനകത്ത് ധാരാളം സംഭവിക്കുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, അതുകൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. സുനാമി, ഉരുൾപൊട്ടൽ, എർത്ത് അല്ലെങ്കിൽ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഇത് ഭൂമിയിൽ ആയിരക്കണക്കിന് എണ്ണമാണ് അനുനിമിഷം സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും സംഭവിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് വാർത്തയാവുന്നില്ല, എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യർ മരിക്കുന്നില്ല, സ്ഥാവര ജംഗമ വസ്തുക്കൾക്കൊന്നും അപകടം ഉണ്ടാവുന്നില്ല. ആൾവാസം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. ഉൾവനങ്ങളിൽ ഉരുൾപൊട്ടിയാൽ നമുക്കത് വാർത്തയല്ല. പക്ഷെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, മൃഗങ്ങളെ ബാധിക്കുമ്പോൾ, സ്ഥാവര ജംഗമ വസ്തുക്കളെ ബാധിക്കുമ്പോൾ നമുക്കത് വാർത്തയാവുന്നു, നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നമുക്ക് ദുഃഖം എന്താ? ഇപ്പോൾ ഉരുൾപൊട്ടി, അവിടെ ഒരാളും മരിച്ചില്ല എന്നിരിക്കുക, അപ്പോൾ ഇത് വാർത്തയാണോ? മേപ്പാടിൽ ഉരുൾപൊട്ടി, അപകടം ആർക്കുമില്ല, ഒരു വാർത്തയില്ല, ഒരു ഒറ്റ ഫ്ലാഷ് ന്യൂസിന്റെ കാര്യമുള്ളൂ. പക്ഷെ ആളുകൾ ഒരുപാട് മരിക്കുന്നു, ജീവന് പ്രശ്നമുണ്ട്, ഒരുപാട് ഒരു ത്രെഡിലാണ്, ഭീഷണിയിലാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അത് ദുരന്തമായി വരികയും നമുക്ക് വലിയ പ്രതിസന്ധിയായി നമുക്ക് മുന്നിൽ വരുന്നത്.